എന്താ പറോ ഇരുന്ന് ആലോചിച്ച് കൂട്ടണേ. അച്ഛന്റെ ഷെഡ്യൂളൊക്കെ ഭയങ്കര ടൈറ്റ് ആയി. ഷെഡ്യൂളോ? നിനക്കോ? കണ്ടാ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ കാര്യങ്ങളൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. മോൾ എന്നോട് പറ, അച്ഛൻ വിചാരിച്ച എന്ത് പ്രശ്നം സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് തരില്ലേ? അത് വേറൊന്നുമല്ല, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ 5 to 7 ട്യൂഷൻ, ഇതന്നെ അമ്മയുടെ വക എക്സ്ട്രാ ട്യൂഷൻ, പിന്നെ ഹോം വർക്ക്. അല്ല ഇതിപ്പോ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ, പിന്നെന്താ പ്രശ്നം? എന്താണെന്നോ, ഡാൻസ് ടീച്ചർ പറഞ്ഞു വീക്കിലി 5 days ക്ലാസ്സിൽ മുടങ്ങാതെ വന്നോന്ന്. കോമ്പറ്റീഷൻ ആവാറായല്ലോ, ട്യൂഷനും സെയിം ടൈമിലാ. അപ്പൊ എങ്ങനെ പോകും? ഫുൾ കൺഫ്യൂഷൻ ആയി. നമുക്കിപ്പോ പഠിത്തമല്ലേ മോളെ ഇമ്പോർട്ടന്റ്, ഡാൻസ് പിന്നെ കലോത്സവത്തിന് അടുത്ത വർഷം വേണമെങ്കിലും പോവാലോ. പാറു, എന്താ അച്ഛനെന്നെ വിളിച്ചോ? ആ അതിന്റെ ഡാൻസിനെ പറ്റി പറയാനാ. ഡാൻസ് ടീച്ചറിനെ അച്ഛൻ വിളിച്ചിരുന്നു. വീക്കിലി 5 days ക്ലാസ്സിന് പോയിക്കോ, അച്ഛൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്യൂഷനോ? ട്യൂഷൻ ഇനി പോണ്ട. ഇത് നോക്കിയേ, ഇതെന്താ? ഹൊറാസോൺ. ഇനി ഓൺലൈൻ ടീച്ചർ മോളെ പഠിപ്പിക്കും, അതും പാറുവിന് മാത്രമായിട്ട് ഒരു ടീച്ചർ. ടൈമും ഭയങ്കര ഫ്ലെക്സിബിളാ, അപ്പൊ മോക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാനും പറ്റും. താങ്ക്സ് അച്ഛാ. ആ എന്നാ ഇപ്പൊ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിക്കോ. അച്ഛാ